പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണല്ലോ. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് സുഹൃത്ത് ബന്ധം, സൗഹൃദം എന്നുള്ളതെല്ലാം. ഞാൻ ഒരു സംഭവം പറയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കഥയാണ്, ഒരു ഹദീസാണ്. ഒരിക്കൽ ഒരു വ്യക്തി മറ്റൊരു നാട്ടിലേക്ക് തൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടാവായ പടച്ച റബ്ബ് ഒരു മലക്കിനെ മനുഷ്യൻ്റെ രൂപത്തിൽ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. ആ മലക്ക് യാത്രക്കാരനായ ഈ സുഹൃത്തിൻ്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പോൾ ആ യാത്രക്കാരനായ വ്യക്തി പറഞ്ഞു, ഞാൻ ഇന്ന നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഒരു കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞവരാണ്, ഒന്നിച്ച് ജീവിച്ചവരാണ്, പഠിച്ചവരാണ്. എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അവൻ. അതുകൊണ്ട് ആ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞാൻ എന്ന് ആ മലക്കിനോട് അയാൾ പറഞ്ഞപ്പോൾ മലക്ക് രണ്ടാമത് ചോദിക്കുകയാണ്, അത് ശരി, നിനക്ക് ആ സുഹൃത്ത് എന്തെങ്കിലും ഉപകാരങ്ങൾ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഉപകാരങ്ങൾക്കെല്ലാം ഒരു നന്ദി പ്രകടിപ്പിക്കാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീ പോകുകയാണ് അങ്ങോട്ട് അല്ലേ? ഇതായിരുന്നു ആ മലക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യം. അതിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, അല്ല സുഹൃത്തെ, എൻ്റെ അരികിൽ അവനെനിക്ക് തന്ന സ്നേഹത്തിനും അവനെനിക്ക് നൽകിയ സഹായത്തിനും തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. പക്ഷേ എൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ഒരാൾ ഒരു സൗഹൃദം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കും. അതായത് ആ വ്യക്തിയുമായിട്ട് അള്ളാഹുവും സൗഹൃദത്തിലാകും എന്ന് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു കാലത്തെ എൻ്റെ സുഹൃത്തായിരുന്നല്ലോ, അപ്പോൾ ആ സൗഹൃദം മുറിക്കരുത്, ആ സൗഹൃദം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് വീണ്ടും ഊട്ടിയുറപ്പിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു കരുതലോടെ ഞാൻ പോകുന്നത് എന്ന് ആ മനുഷ്യൻ മലക്കിനോട് പറഞ്ഞപ്പോൾ മലക്ക് അവിടെ നിന്ന് പറയുകയാണ്, സുഹൃത്തേ, എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് താങ്കളിലേക്ക് അയച്ച അവൻ്റെ ഒരു മലക്കാണ് ഞാൻ. ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ സുഹൃത്തിനെ കാണാൻ പോകുന്നത് എങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചു കൊണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ അള്ളാഹുവിനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് അള്ളാഹു തആല നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇതൊരു ഹദീസാണ്. ഇതിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തു മനസ്സിലായി? എന്ന് എവിടെയും അല്ലേ നമുക്ക് ഫ്രണ്ട്ഷിപ്പുണ്ട്, ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. നമ്മൾ ആ ബന്ധങ്ങളെല്ലാം നേരെ ചൊവ്വേ ആക്കിയാൽ പടച്ചവൻ്റെ മാർഗത്തിൽ എനിക്ക് ഒരു പുണ്യം കിട്ടണം, അള്ളാഹുവിൻ്റെ ഇഷ്ടവും കൂടി എനിക്ക് വേണം എന്നുള്ള ഒരു നിയ്യത്ത് കൂടി ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനിടക്ക് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര സുന്ദരമായിരിക്കും.